ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണല്ലോ ഉണ്ടാകുന്നത്. ആദ്യം വോട്ടർ പട്ടിക വിവാദം ഉണ്ടാകുന്നു. സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോലും വോട്ടൊന്ന് വോട്ടില്ല. ശരിയാക്കി കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നീട് പല CPM-ന് ശക്തിയുള്ള ഇടങ്ങളിലും UDF-ന് ഒന്ന് പ്രതിപക്ഷമായി മത്സരിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുന്നില്ല. വലിയ ബുദ്ധിമുട്ടിലാണല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്? തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കേഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല, അവരുടെ സ്ഥാനാർത്ഥിയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നീ പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കരഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. തൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതായി, അത് കോടതിയിൽ പോയി നേടാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് ആന്തൂരിലും മൊറാഴയിലുമൊക്കെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോൾ 1,65,000-ഓളം നാമനിർദ്ദേശ പത്രിക വരുന്നു. പിന്നെ അത് പിൻവലിക്കാനുള്ള സമയമായിട്ടും 1,00,000-ഓളം പേര് വീണ്ടും മത്സരത്തിന് നിൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് പല വിമത നേതാക്കളും പല യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും വിമതരായി മത്സരിക്കുന്നുണ്ട്. അത് അവർക്ക് വേറൊരു പ്രശ്നം, സ്വന്തം പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നം. പിന്നെ എതിരാളിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. അപ്പം സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയില്ലെങ്കിൽ നാച്ചുറലി എതിരാളിയുടെ പ്രശ്നങ്ങൾ അവർക്ക് നേരിടാൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് സത്യം. ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞ് ജാഥ നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ വോട്ടില്ല. ആ സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞാൽ അത് തള്ളിപ്പോകുന്നു, ഒപ്പ് ശരിയല്ല എന്ന് പറയുന്നു. എൻ്റെ ഒപ്പ് തന്നെയാണിതെന്ന് പറഞ്ഞാലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്നാണ് വോട്ട് ചോരി യാത്ര നടത്തേണ്ടത്. CP ജോൺ അവരുടെ UDF-ൻ്റെ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു, വോട്ട് ചോരി ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇവിടെയാണ് ഡിസംബർ 14-ന് യാത്ര നടത്തേണ്ടത്, അല്ലെങ്കിൽ ജാഥ നടത്തേണ്ടത്. ഡൽഹിയിലല്ല. മുന്നിൽ അടൂർ പ്രകാശ് നിന്നാൽ കുറെ കൂടെ എഫക്റ്റീവ് ആവും. അപ്പോൾ കോൺഗ്രസിന് അവരുടെ അണികളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, സ്ഥാനാർത്ഥികളെങ്കിലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക? ഈ അടിസ്ഥാന തത്വം അവർ മറന്നുപോകുന്നു. അവർക്ക് അതിന് ശബരിമല പോലെ, വിലക്കയറ്റം പോലെ പല വിവാദങ്ങൾ നിൽക്കുന്നു. സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ കോൺഗ്രസിന് അതൊന്ന് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? LDF-നെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും BJP-ക്ക് ചിലയിടങ്ങളിൽ അടിത്തറയില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ട്. അടിത്തറയില്ല ചില സ്ഥലങ്ങളിൽ, അതുകൊണ്ട് അവർ ആ സ്ഥലങ്ങളിൽ അവർ വീക്കാണ്. പക്ഷെ ഉള്ളിടത്ത് അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് UDF-നെ പോലെയല്ല, അവർ LDF-നെ പ്രതിരോധിച്ച് തന്നെ ഉള്ള സ്ഥലങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിയൊന്നും പിന്തിരിപ്പിക്കാൻ പലർക്കും കഴിയുന്നില്ല. പക്ഷേ ആന്തൂരിലൊക്കെ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. താമരയുടെ സ്ഥാനാർത്ഥി പോലും ഇല്ലല്ലോ. അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ പിൻവലിച്ചതാണോ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും കോൺഗ്രസ്സിന് DCC പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, കണ്ണൂർ DCC പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ തങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർ നിൽക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അപ്പം അത് എന്താണ്? ഇതെന്താ ബീഹാറാണോ? ജംഗിൾ രാജാണ് അവിടെ നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വോട്ട് ചോരിയും പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വരേണ്ടതാണ്. KPC പ്രസിഡന്റിൻ്റെ ഒപ്പം, പിന്നെ പ്രതിപക്ഷ നേതാവിനൊപ്പം ഇവിടെ നിന്ന് അദ്ദേഹം അതിന് ഫൈറ്റ് ചെയ്യണ്ടേ? അപ്പം അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല, അദ്ദേഹം അതിനെക്കുറിച്ച് ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും കോൺഗ്രസിൻ്റെ ഒരു സാധ്യത മങ്ങും എന്നുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേരളത്തിൽ മങ്ങും എന്ന് പറയുമ്പോൾ ഇനി മങ്ങിയാൽ അവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ? തിരിച്ചു വരാൻ ഏറെ പാടാവും. 2 തവണ തന്നെ തോറ്റപ്പോൾ തന്നെ അവരുടെ പ്രതീക്ഷ മങ്ങി. മൂന്നാമതും കൂടെ ആയിക്കഴിഞ്ഞ്, മൂന്നാം മുഴുവൻ കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അഡ്രസ്സ് ഇല്ല. അതാണ് വരാൻ പോകുന്ന അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമായൊരു ചോദ്യം തന്നെയാണ്. ആ പ്രതികരണശേഷി ഇല്ലാതെ പോയാൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്നെ പ്രതികരിക്കാൻ കഴിയില്ല. സ്വന്തം പാർട്ടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിക്ക് അവിടെ നിവർന്നു നിൽക്കാൻ കഴിയുക? അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഇലക്ഷന് മത്സരിക്കാൻ കഴിയുക? ആ ഒരു പ്രതിസന്ധിയുണ്ട്. ഇത് കേരളം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് 20-ൽ 20 കോൺഗ്രസിന് നേടിക്കൊടുത്ത, അല്ലെങ്കിൽ UDF-ന് നേടിക്കൊടുത്ത ഒരു സംസ്ഥാനമാണ്. പിന്നെ പല പ്രാവശ്യം 19-ഉം 18-ഉം ഒക്കെ ആയിട്ട് ഇപ്പോഴും നേടിക്കൊടുത്ത സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് അവർക്ക് നല്ലൊരു ബേസോട് കൂടി നിൽക്കാൻ കഴിയേണ്ടതല്ലേ? അതുപോലെ എവിടെയാണ് തെറ്റുപറ്റുന്നത്? പാർട്ടിക്ക് തെറ്റുപറ്റുന്നത് പാർട്ടി അതിൻ്റെ കേഡർ സംവിധാനത്തെ
കിടന്നില്ല എങ്കിൽ പോലും അതിൻ്റെ ഔദ്യോഗിക സംവിധാനത്തെ നിലനിർത്താനോ അതിന് കഴിവുള്ളവരെ നിർത്താനോ പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടി പലപ്പോഴും സ്ഥാനാർത്ഥി മോഹികളായിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാരവാഹി മോഹികളായിട്ടോ വരുന്നവർക്ക് വേണ്ടിയിട്ട് നിൽക്കുകയും അവരെ നിലനിർത്താൻ വേണ്ടി യഥാർത്ഥ പ്രവർത്തകരെ തഴയുകയും ആണ് ചെയ്യുന്നത്. നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ? അവിടെ 4ാമത് നിന്ന ജിനുവിന് സ്ഥാനം കിട്ടി, 2ാമൻ തഴയപ്പെട്ടു അല്ലേ? അതാണ് അവിടുത്തെ അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ സുധാകരൻ ഉണ്ടായിരുന്നപ്പോൾ അത് 2 വിവാദ പ്രസ്താവനയെങ്കിലും നടത്തി. ഇപ്പോൾ KPCC പ്രസിഡന്റ് ഉണ്ടോ എന്ന് തന്നെ അറിയാത്ത ഒരു അവസ്ഥയുമല്ല ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതെ, അതിന് നല്ല ആർജവം വേണം, നല്ല ആൾബലം വേണം, സംഘടനാ ശക്തി വേണം. എങ്കിലേ CPM-നൊപ്പം എതിർത്തിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അവർ നിഷ്പ്രഭമാക്കി കളയും. കായികമായിട്ടാണെങ്കിൽ അങ്ങനെ മസിൽ പവർ അല്ലെങ്കിൽ എന്തായിരിക്കും സണ്ണി ജോസഫിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള തന്ത്രങ്ങൾ? അവർക്ക് തന്ത്രങ്ങൾ ഇല്ലാതായിരിക്കുന്നു. തന്ത്രമുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ അവർ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ എത്ര വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിലൊന്നും അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞ പോലെ ശബരിമല മാത്രം മതി അവർക്ക് വിജയിക്കാൻ. ഭരണവിരുദ്ധ വികാരം ഇഷ്ടം പോലെ പ്രശ്നങ്ങളിൽ കിടക്കുന്നു. ജനങ്ങൾക്ക് ഗുണകരമായി എന്ത് ചെയ്തു എന്ന് BJP ചോദിക്കുന്ന അത്രേ പോലും ഇവർ ചോദിക്കുന്നില്ല. BJP ചോദിക്കുന്നുണ്ട്, LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. എവിടെ 10 വർഷം കഴിഞ്ഞിട്ടും എന്തെല്ലാം ശരിയായി? ഒന്നും ശരിയായില്ലല്ലോ. ഇനി ഞങ്ങൾ BJP വരും എല്ലാം ശരിയാക്കുമെന്ന് അവർ പറയുന്ന ആ ഒരു വിധത്തിലൊരു മുദ്രാവാക്യം പോലും LDF-ന് UDF-ന് ഉയർത്താൻ കഴിയുന്നില്ല. പിന്നെയും പിടിച്ചു നിൽക്കുന്നത് ലീഗും മറ്റുമാണ്. അവർക്ക് അവരുടെ ഏരിയയിൽ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് ബലമുണ്ട്, അവരവിടെ മത്സരത്തിന് തയ്യാറാകുന്നു. സാർ ഇത്രയും വിശദമായി പറയുന്നത് കൊണ്ടാണ് ഈ നമ്മൾ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഈ കോൺഗ്രസ് എന്തോ വലിയ സംഭവമായി മാറുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ പൂർണ്ണമായി തകർന്നടിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. അല്ല, കോൺഗ്രസിന് ഞാൻ അന്നും പറയാറുണ്ട്, കോൺഗ്രസിന് 10 എന്നുള്ളത് നില മെച്ചപ്പെടുത്തും എന്നുള്ളത് കവിഞ്ഞ് വലിയ അത്ഭുതങ്ങളൊന്നും ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല. 20 സീറ്റ് ആക്കിയാൽ തന്നെ അത് വലിയ കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അതിനപ്പുറം എന്തെങ്കിലും നേടാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ തന്നെ ഉള്ളിൽ ചിന്തിക്കുന്നത് 30 സീറ്റാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. 30 സീറ്റിലെങ്കിലും പിടിച്ചുകൊണ്ട് ഒരു നിർണായക ശക്തിയായി നിൽക്കാൻ ശ്രമിക്കുക. പക്ഷെ അതുപോലും അസാധ്യമാണ് അവരെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷെ ത്രികോണ മത്സരം നടക്കുമ്പോൾ അവർക്ക് അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാവേണ്ടതാണ്. അതിന് താഴെത്തട്ടിൽ അതിനുള്ള സ്ട്രാറ്റജിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് കുഴപ്പം. താഴെത്തട്ടിലെ വോട്ടുകൾ സ്വരൂപിക്കണമെങ്കിൽ താഴെത്തട്ടിലെ പ്രവർത്തകർ വേണം. അവർ വീട് വീടാന്തരം ഉള്ള വോട്ടർമാരെ കണ്ടെത്തി അത് തനിക്ക് അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ വേണം. വെറുതെ ഒരു നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് മാത്രം ആൾക്കാർക്ക് ഒരു നോട്ടീസ് എങ്ങനെയെങ്കിലും എറിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് മാത്രം ഒരു വീടിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ആ വീട്ടിൽ ഒന്നുകിൽ ഗുണം ചെയ്യാമെന്ന് പറയണം, അല്ലെങ്കിൽ ചെയ്ത പഴയ പാരമ്പര്യം വേണം. അപ്പോൾ മാസ്റ്റർകാർക്ക് പലർക്കും കിട്ടുന്ന ഒരു ഗുണം അതാണ്. തങ്ങൾ പലർക്കും ചില ഹിതമോ അവിഹിതമോ ഒക്കെ ആയിട്ട് കുറേ ഗുണങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ളവർ അവരുടെ കൂടെ നിൽക്കും. ഇനിയിപ്പോൾ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു വലിയ വിഭാഗം അതിനകത്ത് പെടുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന് DA. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആൾക്കാർക്ക് പിന്നെ യുവാക്കൾക്ക് 1000 രൂപ, സ്ത്രീകൾക്ക് 1000 രൂപ, ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ, പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന എന്തെങ്കിലും പ്രവർത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയണ്ടേ? ഇതൊക്കെ ഞങ്ങൾ വന്നാലും ചെയ്യുന്നതേ ഉള്ളൂ, ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് സദ്ഭരണം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പറയാൻ പോലും കഴിയുന്നില്ല. വന്ന അപാകതകൾ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാം എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. നേതാക്കളുടെ കുറവാണോ അതോടൊപ്പം തന്നെ അണികളുടെ കുറവാണോ? ആരുടെ പ്രശ്നം? നേതാക്കളുടെ ധാരാളിത്തം ആണ് പാർട്ടിയിൽ ഉള്ളത്, കോൺഗ്രസ് പാർട്ടിയിൽ. അതേ ഉള്ളൊരു പ്രശ്നം. പിന്നെ രണ്ടാമത്തേത്, ഇവർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. പിന്നെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുക, എല്ലാവർക്കും മുകളിൽ തട്ടിലാണ് പ്രവർത്തിക്കാൻ താല്പര്യം. സ്വന്തം വീടിൻ്റെ പരിസരത്ത്, സ്വന്തം പിന്നെ ഗ്രാമത്തിലെ ഒരു വാർഡിൽ ഒന്നും പ്രവർത്തിക്കാൻ ആളില്ല. അതുകൊണ്ടാണിപ്പോൾ വലിയ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 6 വാർഡുകളിൽ 6 മുൻ MP, ഇപ്പോഴത്തെ MP, മുൻ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി, ഇപ്പം കഴിഞ്ഞ തവണ പിന്നെ 12-ൽ മന്ത്രിയായിരുന്നവരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. 2011-ൽ മന്ത്രിയായിരുന്നവരെയൊക്കെ നോക്കിയാണ് അവർ 6 വാർഡുകളിൽ തന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുരളീധരൻ മുതൽ കണ്ണൂർ സുധാകരൻ വരെ, കോഴിക്കോട് രമേശ് ചെന്നിത്തല, തൃശ്ശൂർ ബെന്നി ബെഹനാൻ, കൊച്ചിയിൽ VD സതീശൻ, ഇങ്ങനെയുള്ളവരെ എല്ലാം വെച്ചിട്ട് കൊല്ലത്ത് ശിവകുമാർ മുൻമന്ത്രി,
MP ഒക്കെ ആയിരുന്ന ഇവരെയൊക്കെ വെച്ച് അവർ നോക്കുകയാണ്. MLA മാർ, മുൻ MLA മാരെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. ശബരിനാഥ് മുതൽ 3 MLA മാരെയാണ് ഒരു സ്ഥാനാർത്ഥിയാക്കി വന്നത് അല്ലേ? EM അഗസ്റ്റിയെ ഇടുക്കിയിൽ, തൃശ്ശൂർ അനിൽ അക്കരയെ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ സ്ഥാനാർത്ഥികളെയൊക്കെ അവർ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫലം അവർക്ക് എത്രത്തോളം താഴെത്തട്ടിൽ ആരെങ്കിലും പരാജയപ്പെടുകയാണെങ്കിൽ അതിന് അതും നാണക്കേടായി മാറും. അത് പരാജയപ്പെടില്ല തീർച്ചയായിട്ടും. അവർക്കൊക്കെ കവടിയാർ പറയാൻ പറ്റില്ല, അത് സത്യമാണ്. അവിടെ ഒരു വോട്ടിനാണ് BJP തോറ്റത് കഴിഞ്ഞ തവണ. അപ്പോൾ അവിടെ എങ്ങനെ വരുമെന്നുള്ളത് അത് കൃത്യമായി തന്നെ അവിടെ ഒരു മത്സരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിക്ക് അങ്ങനെ വെറുതെ ജയിക്കാൻ കഴിയില്ല, ഈസി ആയിട്ട് ജയിക്കാൻ കഴിയില്ല. 3 പേരും തുല്യമായിട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയും ഒട്ടും മോശമല്ല. പിന്നെ BJP 3 പ്രാവശ്യം നഗരസഭയിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. ജയൻ ബാബുവിനെ അടക്കം തോൽപ്പിച്ച ജയൻ കില്ലറാണ്. ജയൻ ബാബു തിരുവനന്തപുരം മേയറായിരുന്ന ശക്തനായ CPMൻ്റെ നേതാവിനെ തറപറ്റിച്ച ആളാണ് മഹേശ്വരൻ നായർ. അപ്പം അങ്ങനെ നല്ല ശക്തിയുള്ളവരെയൊക്കെയാണ് പല പാർട്ടികളും നിർത്തിയിരിക്കുന്നത്. CPMനോടൊപ്പം കിടപിടിക്കത്തക്ക വിധത്തിലാണ് BJP അവർക്ക് ശക്തിയുള്ളിടത്ത് സ്ഥാനാർത്ഥികളെയും പ്രവർത്തനത്തെയും കൊണ്ടുപോകുന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പലയിടത്തും പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ MLA മാരെയും MP മാരെയൊക്കെ ഇറക്കി നീക്കം നടത്തുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള പാർട്ടി സംവിധാനം അവർക്ക് മിസ്സായിപ്പോയോ അല്ലെങ്കിൽ ഉണ്ടാക്കി നിലനിർത്താൻ കഴിഞ്ഞോ എന്നുള്ളതാണ് സംശയം. അതാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും കോട്ടം വരുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.